ദൈവത്തിന് സ്തുതി. പ്രഭാത കിരണത്തിലേക്ക് സ്നേഹവന്ദനം. ഭാഗം 2181. ഇന്ന് ഡിസംബർ മാസം 20-ാം തീയതി 354-ാമത്തെ ദിവസത്തിലെത്തി. വിശുദ്ധനായ മത്തായി ശ്ലീഹായുടെ സുവിശേഷം 21-ാം അധ്യായം അതിൻ്റെ 29-ഉം 30-ഉം തിരുവചനങ്ങൾ എനിക്ക് വളരെ ഇഷ്ടമാണ്. അത് ശരിക്കും ദൈവത്തിൻ്റെ വായിൽ നിന്ന് വന്ന വാക്കുകളല്ല, മറിച്ച് എന്നെപ്പോലെ ഒരുപക്ഷെ നമ്മൾ ഓരോരുത്തരെയും പോലെ ഭൂമിയിൽ ജീവിക്കുന്ന മക്കള് പറഞ്ഞതാണ്. ഭൂമിയിലെല്ലാം മക്കളുടെയും പ്രതിനിധികളാണ് ഈ രണ്ടുപേര്. ആദ്യം ഒരുവൻ പറയുകയാണ്, ഞാൻ പോകാൻ കേട്ടോ, ഞാൻ ചെയ്തോളാം. എന്നാലോ അവൻ പോയില്ല. എളുപ്പത്തിൽ നമുക്ക് അങ്ങനെ രണ്ടുപേരും തിരിക്കാം. ഒരുവൻ പോകാമെന്ന് പറയുകയും പോകാതിരിക്കുകയും ചെയ്യാതിരിക്കുകയും ചെയ്യും. മറ്റൊരുവനോ, ഞാൻ ചെയ്യത്തില്ല, എനിക്ക് മനസ്സില്ല എന്ന്, എനിക്ക് താല്പര്യമില്ല, ഞാൻ തയ്യാറല്ല എന്ന് അവൻ പറയും, കയർത്തു പറയും. എന്നാലോ കുറെ നേരം കഴിയുമ്പോൾ അവനൊരു പശ്ചാത്താപം വന്നിട്ട് അവൻ ആ തൊഴിലിലേക്ക് അവനെ ഏൽപ്പിച്ച അവന്റെ പിതാവ് അപ്പനേൽപ്പിച്ച ഉത്തരവാദിത്തത്തിലേക്ക് അവൻ പോകുന്നു. എനിക്ക് മനസ്സില്ല എന്ന് പെട്ടെന്നുണ്ടാകുന്നൊരു വികാരത്തിൽ ആരും പറഞ്ഞു പോകും. എനിക്ക് മനസ്സുണ്ടെന്നും രണ്ടിനും സാധ്യതയുണ്ട്. വീണ്ടും വിചാരം ഉണ്ടായിരുന്നെങ്കിൽ എല്ലായ്പ്പോഴും രക്ഷപ്പെട്ടേനെ. ഞാൻ പോകാമെന്ന് വാക്ക് കൊടുക്കുകയും അത് പാലിക്കാതിരിക്കുന്നതിനേക്കാളും എത്രയോ നല്ലതാണ് പോകത്തില്ല എന്ന് പറഞ്ഞിട്ട് പോകേണ്ടിടത്തേക്ക് ഒരു പശ്ചാത്താപം ഉണ്ടായിട്ട് പോകുന്നത്. ഇളയ മകൻ വീട് വിട്ടു പോയതും നമ്മൾ അറിഞ്ഞില്ലേ? ആ വീട്ടിലെ മൂത്തമൻ പിന്നീട് പിണങ്ങി വീടിന് വെളിയിൽ നിന്നതും നമ്മൾ മറന്നിട്ടില്ലല്ലോ. ഒരാൾ ഉറ്റുകൊടുത്തതും മറ്റൊരാൾ കാര്യമായി തള്ളിപ്പറഞ്ഞതും പെട്ടെന്നുണ്ടായതില്ല തോന്നലുകളിൽ നിന്നും വിചാരങ്ങളിൽ നിന്നുമാണ്. വിചാരങ്ങൾക്ക് ഉറവിട ഈ ചെറിയ മനസ്സാണ്. ബുദ്ധിയിൽ പെട്ടെന്നുണ്ടാകുന്ന ചില കണക്കുകൂട്ടലുകളും ലാഭമുണ്ടാകുമെന്ന തോന്നലോ നഷ്ടമുണ്ടായേക്കാമെന്ന ഭയമൊക്കെയാണ്. വിചാരങ്ങൾ നോക്കിയല്ല കേട്ടോ ദൈവം മാർക്കിടുന്നത്, പിന്നെ വീണ്ടും വിചാരങ്ങൾ നോക്കിയാണ്. അങ്ങനെയാണ് പിതാവായ യൗസേപ്പ് നീതിമാനായി മാറുന്നത്. ദൈവസന്നിധിയിൽ കൂടുതൽ പോയിന്റുകൾ വീണ്ടും വിചാരം വരുന്നവർക്കാണ്. വീണ്ടും വിചാരം വന്നതിന് ശേഷമുള്ള നിലപാടറിയാൻ സ്വർഗവും കാത്തിരിക്കുന്നുണ്ട് ആകാംക്ഷയോടെ. നരവും അങ്ങനെ തന്നെയാണ് പറയുക. എഴുന്നേറ്റ് പന്നിക്കൂട്ടിൽ നിന്ന് വീട്ടിലേക്ക് വേച്ച് നടക്കുന്നില്ല. മറ്റൊരുവൻ പുറത്തുപോയി മനം നൊന്ത് കരയുന്നില്ല. ഇനി പേടിക്കേണ്ട, പുതിയ ഉടുപ്പും മോതിരങ്ങളും ചെരുപ്പും അണിയാൻ തയ്യാറായിക്കൊള്ളൂ എന്നൊരു ശബ്ദവും ചിലർ കേൾക്കുന്നില്ലേ? ഒരാളാണ് നീന്തി കരയ്ക്ക് അണയുമ്പോഴേക്ക് അപ്പവും മീനും ഭക്ഷിക്കാനായിട്ട് അവിടെ ഇങ്ങനെ ഒരുക്കിയിരിക്കുന്നത് നമ്മൾ മറന്നുപോയോ? വിചാരങ്ങളല്ല, വീണ്ടും വിചാരങ്ങളാണ് ഏതൊരാളെയും സ്വർഗത്തിലേക്ക് അടുപ്പിക്കുന്നത്. എന്നെയും ഓർക്കണമേ എന്ന ഒരുവന്റെ പ്രാർത്ഥനയുണ്ട്. ഒരു ഒടുക്കത്തെ വീണ്ടും വിചാരത്തിന്റെ അകത്തുനിന്ന് വന്നതാണ്. അവനും രക്ഷപ്പെടുകയാണ്. അതുകൊണ്ട് തെല്ലും വൈകണ്ട, നെടുവീർപ്പോടുകൂടി നമുക്കും തിരിച്ചു നടക്കാം. നല്ലൊരു തിരിജനനത്തിന്റെ അനുഭവം ഏതൊരാളിലും ഉണ്ടാവട്ടെ. ആമേൻ.